ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയാലോ. പാനൂർ റെസ്റ്റോറൻറ്റ്. ഇത് ഷാർജ മൊബൈലിലുള്ള പാനൂർ റെസ്റ്റോറൻറ്റാണ്. ഇവർക്ക് അജ്മാനിലും ദുബായിൽ കിസീസിലും എല്ലാം കുറേ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഷാർജ മൊബൈലിലുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ഗൂഗിളിൽ നല്ല റെസ്റ്റോറൻറ്റ് ഏതെന്നെല്ലാം നോക്കി അങ്ങനെ റിവ്യൂ നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നെല്ലാം. സത്യസന്ധമായ റിവ്യൂ ആയിരിക്കും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണാം. നമ്മൾ വാങ്ങിയ ഫുഡിൻ്റെ ഇത് നമുക്ക് പറയാൻ പറ്റൂ. മൊത്തത്തിലെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ള നല്ല അഭിപ്രായം ഉണ്ടായതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ നമ്മൾ ഓർഡറെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ സ്റ്റൈലിൽ അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ 10-15 മിനിറ്റ് കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഞാനിൻ്റെ വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്, നെയ്പ്പത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ 65, പിന്നെ ബീഫ് ചില്ലി, പിന്നെ ഗീ റൈസ്, ചിക്കൻ കറി, പിന്നെ ഹമ്മൂസ്, ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫിഷ് ഗ്രില്ല് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഓരോന്നിൻ്റെ ആയിട്ട് റിവ്യൂ പറയാം. ഞാനും നെയ്പ്പത്തിരിയെല്ലാം നല്ല പെർഫെക്റ്റാണ്. നല്ല ഫ്ലഫി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി, അടിപൊളി തന്നെ. പിന്നെ ചിക്കൻ 65 ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് ചില്ലി എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡാണ് ഉണ്ടായത്. അത് ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസും ഗീ റൈസും അങ്ങനെയുള്ള അതെല്ലാം നല്ലതാണ്. ഇനി ഫിഷ് ഗ്രില്ല് വന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഏത് ഹോട്ടലിൽ പോയാലും അവിടുത്തെ ആ ക്രൗഡ് കണ്ടാൽ മനസ്സിലാവും. കാരണം അവരെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റും പിന്നെ ആ ഒരു ക്വാളിറ്റിയും കൊണ്ട് തന്നെയായിരിക്കും ഇത്രയും ആൾക്കാർ വരുന്നതല്ലേ. നമ്മളിവിടെ പോയ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു, അവർ പോയി, നെക്സ്റ്റ് ആൾക്കാർ വന്ന് മൊത്തം സീറ്റ് ഫുൾ ഫില്ലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അത്രയും നല്ല ഫുഡാണെന്നുള്ളതല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സെലക്ട് ചെയ്താൽ നല്ല ഫ്രഷ് ഫുഡും ആയിരിക്കും, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡും ആയിരിക്കും. അങ്ങനെ നമ്മൾ ഗ്രിൽ ഫിഷ് എത്തിയിട്ടുണ്ട്. സീബ്രീം ഫിഷാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയണ്ടേ, കോംപ്ലിമെൻ്ററി ആയിട്ട് ഗാർലിക് പേസ്റ്റും പിന്നെ നല്ലൊരു ഹമ്മൂസിൽ കുറച്ച് മിൻറ്റെല്ലാം ചേർത്തിട്ടുള്ളൊരു നല്ലൊരു ഫ്ലേവർ കേട്ടോ. അത് നല്ല അടിപൊളിയാണ്. പിന്നെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ ടോപ്പ് നോച്ച് ഫിഷ് തന്നെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ്, നല്ല അടിപൊളി ഫിഷിന് എന്തായാലും നല്ല കിണ്ണം കാച്ചി ഫിഷാണ്. അങ്ങനെ നല്ല ടോട്ടലി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഫുഡായാലും നല്ല ടേസ്റ്റി ഫുഡാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഷാർജയിലെല്ലാം പോകുന്ന സമയത്ത് ധൈര്യമായിട്ട് വന്നോ ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അടിപൊളിയാണ്.